ആത്മിക പാർട്ട് 32. രചന ശിവനന്ദ. അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷൻസ. കോളേജിൽ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ എഴുന്നേറ്റ് റെഡിയായിരുന്നു. രാത്രി മുഴുവൻ കരഞ്ഞതിൻ്റെ ക്ഷീണം അവളുടെ കണ്ണിലുണ്ടായിരുന്നുവെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി മറ്റുള്ളവർക്കായി അവൾ അണിഞ്ഞു. അമ്മച്ചിയുടെ അനുഗ്രഹം വാങ്ങി അവൾ ഇറങ്ങിയപ്പോഴാണ് ആൽബി അവളെയും കാത്ത് കാറിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടത്. ആൽബി കാണണ്ടെന്ന് കരുതി ജെറി രാവിലെ തന്നെ ഓഫീസിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാമെന്ന് കരുതിയിരുന്നതാണ് അമ്മു. കോളേജ് ഗേറ്റ് കടന്ന് അവൻ്റെ കാറ് കയറിയതും അമ്മുവിന് വല്ലാത്തൊരാശ്വാസം തോന്നി. ഇനി മുതൽ ഇതാണ് തൻ്റെ ലോകം, എല്ലാ വിഷമങ്ങളും മറക്കാനുള്ള ഇടം, തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി. അതോർത്തതും അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. തൻ്റെ ലക്ഷ്യം IAS. ഇച്ഛനു വേണ്ടി വേണ്ടെന്ന് വെച്ചതാണ്. ആ ഇച്ഛൻ്റെ മനസ്സിൽ താനില്ല. എങ്കിലും ഇനി അതിനായി പരിശ്രമിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് മനസ്സ് തളർന്നിരിക്കുവാണ്. എല്ലാം ഒന്ന് നേരെയാകണം, എന്നിട്ടാകാം IAS മോഹം. ഉറച്ച കാൽവപ്പോടെ അവൾ ആൽബിയുടെ കൂടെ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ആൽബിയോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്നേഹപ്രകടനങ്ങളും അവൾ നോക്കി നിന്നു. ആത്മിക, തൻ്റെ മാർക്സൊക്കെ ഞാൻ കണ്ടു. ഒരു റാങ്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ആൽബിയുടെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് തനിക്കത് നിഷ്പ്രയാസം സാധിക്കും. ഇവനിവിടുത്തെ പുലിക്കുട്ടിയായിരുന്നു, അറിയുമോ? എല്ലാം ഒരു ചിരിയോടെ അവൾ കേട്ടു നിന്നതേയുള്ളൂ. ടീന എന്തു പറയുന്നതോ? കല്യാണം ഉടനെ ഉണ്ടാകുമോ? പ്രതീക്ഷിക്കാതെയുള്ള പ്രിൻസിപ്പാളിന്റെ ചോദ്യത്തിൽ ആൽബി അമ്മുവിനെ ഒന്ന് നോക്കി. അത് കണ്ടതും അദ്ദേഹം തന്നെ അമ്മുവിനോട് പറയാൻ തുടങ്ങി. ഞാനും ജോണും കുര്യാക്കോസും ഒരുമിച്ച് പഠിച്ചവരാ. അതുകൊണ്ട് തന്നെ ഇവനും ടീനയും എനിക്ക് വെറും സ്റ്റുഡൻസ് അല്ല, എൻ്റെ മക്കൾ തന്നെയാ. അദ്ദേഹം വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങിയതും ആൽബി ഇടയ്ക്ക് കയറി സംസാരിച്ചു. ശേഷം അമ്മുവിനെ ക്ലാസ്സിലേക്ക് പറഞ്ഞുവിട്ട് അവൻ പാർക്കിങ്ങിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് അവനൊന്ന് തിരിഞ്ഞു നോക്കി. അതേസമയം തന്നെ അമ്മുവും നോക്കി. അവൾക്കായി ഒരു ചിരി നൽകി അവൻ കാറെടുത്ത് അവിടെ നിന്നും പോയി. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇച്ഛനോട് ഇഷ്ടം പറയാൻ തീരുമാനിച്ചതാ കുഴപ്പമായത്. അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന്റെ വാക്കുകളിൽ നിന്നും ഇച്ഛൻ്റെയും ടീനു ചേച്ചിയുടെയും ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ ഇഷ്ടം ഇച്ഛൻ അറിയുമായിരുന്നില്ല. ഓരോന്ന് ചിന്തിച്ച് അവൾ ക്ലാസ്സിലേക്ക് കയറി. ഓഫീസിൽ വന്നതിനു ശേഷം സ്വന്തം ക്യാബിൽ തന്നെ ഇരിക്കുകയായിരുന്നു ജെറി. അവൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. താനായിട്ടാണ് ആ പാവം പെണ്ണിൻ്റെ മനസ്സിൽ ഓരോന്ന് കുത്തി നിറച്ചത്. എങ്കിലും ഇച്ചായനും ചേച്ചിക്കും എങ്ങനെ തോന്നി? 2 പേരോടും താൻ ചോദിച്ചതല്ലേ? അപ്പോൾ എന്നെ പൊട്ടനാക്കി. അതിൻ്റെ പേരിൽ ഇല്ലാതെയായത് ഒരു പെണ്ണിൻ്റെ ജീവിതമാണ്. മുഷ്ടി ചുരുട്ടി അവൻ ടേബിളിൽ ആഞ്ഞടിച്ചു. അപ്പോഴാണ് ടീന മാഡം വിളിക്കുന്നുവെന്ന് ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞത്. ദേഷ്യം നിയന്ത്രിച്ച് അവൻ എഴുന്നേറ്റു. ചേച്ചി വിളിച്ചോ? ആ, നിന്നെന്ന് കണ്ടതേ ഇല്ലല്ലോ. അവിടെ കുറച്ച് വർക്കുണ്ടായിരുന്നു. അമ്മോനെ ഇന്നല്ലേ ക്ലാസ് തുടങ്ങുന്നത്? ആൽബിയാണോ കൊണ്ടുപോയത്? അതിന് മറുപടി പറയാൻ താല്പര്യമില്ലാത്തതുപോലെ ജെറി വിരൽ ഞൊടിച്ചുകൊണ്ടിരുന്നു. ഡാ, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? എനിക്കെങ്ങനെ അറിയാം? അവൾ കോളേജിൽ പോകുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നോ? എടുത്തടിച്ചതുപോലെയുള്ള അവൻ്റെ സംസാരം കേട്ട് ടീന ഞെട്ടിയിരുന്നു. ആദ്യമായാണ് അവൻ്റെ ഇങ്ങനൊരു ഭാവം കാണുന്നത്, അതും തന്നോട്. ചേച്ചിക്ക് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ പോകുക. നീ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് കാര്യമാ ചേച്ചിക്ക് അറിയേണ്ടത്? എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ഇച്ചായനെ വിളിച്ച് ചോദിക്കണം. അതല്ലേ അതിൻ്റെ മര്യാദ. അല്ലെങ്കിൽ തന്നെയും അമ്മ കോളേജിൽ പോയോ ഇല്ലയോ എന്നൊക്കെ ചേച്ചി എന്തിനാ അന്വേഷിക്കുന്നേ? നിങ്ങളുടെ കാര്യങ്ങളൊന്നും മറ്റാരെയും അറിയിക്കാറില്ലല്ലോ. ജെറി, കടുപ്പിച്ചുള്ള അവളുടെ വിളിയിൽ അവനൊന്ന് അടങ്ങി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. സോറി, ഞാൻ അവിടെ ഒരു പെൻഡിങ് വർക്ക് നോക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാണ്. അവരുടെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൻ പെട്ടെന്ന് തന്നെ ക്യാബിനിൽ നിന്നിറങ്ങി. അവൻ ഇങ്ങനെ പെരുമാറിയതിൻ്റെ കാരണം അറിയാതെ ടീനയും നിന്നു. ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം എന്താ ഇവിടെ സംഭവിച്ചതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. അവൻ പറഞ്ഞതിലെ പൊരുളും. കോളേജിലെ വിശേഷങ്ങളൊക്കെ അമ്മു കത്രീനാമ്മയോട് പറയുന്നത് കേട്ടാണ് ആൽബിയും അവരുടെ അടുത്തേക്ക് വന്നത്. അവൻ്റെ സാമീപ്യം അവളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിലും അമ്മച്ചിയുള്ളത് കൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ അവളുടെ മുഖം വാടിയത് മനസ്സിലായതും ആൽബി തന്നെ മുറിയിലേക്ക് പോയി. എല്ലാ ദിവസവും വരുന്നതിലും ലേറ്റായിട്ടാണ് ജെറി അന്ന് വന്നത്. തന്നെ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ പോകുന്നവനെ ആൽബി പിടിച്ചു നിർത്തി. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. കൂടുതലൊന്നും പറയാതെ ആൽബിയുടെ കൈ തട്ടിമാറ്റി അവൻ മുകളിലേക്ക് കയറി. തൊട്ടുപിറകെ ആൽബിയും ചെന്നു. നിനക്കെന്താ ഒരു മാറ്റം? എനിക്കൊരു മാറ്റമില്ല, ഇച്ചായന് വെറുതെ തോന്നുന്നതാ. ആയിക്കോട്ടെ. നീ ഇന്ന് ടീനുവിനോട് ദേഷ്യപ്പെട്ടോ? ഇല്ല. എന്നോട് കള്ളം പറയാൻ തുടങ്ങിയോ നീ? ഇച്ചായൻ എന്നോട് കള്ളം പറഞ്ഞിട്ടില്ലേ?
ജെറിയുടെ ചോദ്യം കേട്ട് ആൽബി സംശയത്തോടെ അവനെ നോക്കി. എന്താ നിന്റെ മനസ്സിൽ? നീ ഇന്ന് അവളോട് ദേഷ്യപ്പെട്ടെന്നും പറഞ്ഞ് ടീനു എന്നെ വിളിച്ചിരുന്നു. പാവം, അവൾക്ക് എന്ത് സങ്കടമായെന്നറിയോ? ടീനൂച്ചിയെ സങ്കടം മാത്രമേ ഇച്ചായൻ കാണുന്നുള്ളൂ. ഈ വീട്ടിൽ ചങ്ക് തകർന്നൊരു പെണ്ണ് ജീവിക്കുന്നുണ്ട്. അമ്മു നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവളല്ല, ഞാനാണ് എൻ്റെ ഇച്ചായൻ്റെ പെണ്ണായിട്ട് നീ വരണമെന്ന് അവളോട് പറഞ്ഞത്. അത് കേട്ട് എന്നെ വഴക്ക് പറഞ്ഞത് അവൾ. പിന്നീട് മരണത്തോട് മല്ലടിച്ച് ഇച്ചായൻ ആ ഹോസ്പിറ്റൽ കിടന്നപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞപ്പോഴാ അവളുടെ പ്രണയം അവൾ തിരിച്ചറിഞ്ഞത്. അപ്പോഴും ഓരോന്ന് പറഞ്ഞ് ആ പ്രണയം വളർത്തിയത് ഞാൻ തന്നെയാ. കാരണം എൻ്റെ ഇച്ചായനെ ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇച്ചായന് ചേച്ചി കൂടി മനസ്സിലുള്ളത് മറച്ചുവെച്ച് എൻ്റെ മുന്നിൽ നാടകം കളിച്ചു. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു അവളോട് ഇഷ്ടമുണ്ടെന്ന്. നീ എന്നോടും ടീനുവിനോടും പ്രണയത്തെക്കുറിച്ച് ചോദിച്ചത് അവളെ കൊണ്ട് പ്രേമിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞോ? ശരി, അത് നിങ്ങൾ അറിഞ്ഞില്ല, സമ്മതിച്ചു. പക്ഷേ ഇച്ചായൻ അമ്മുവിന് വേണ്ടി പാടിയതൊക്കെ ഹൃദയത്തട്ടി അല്ലായിരുന്നോ? അതിലെ ഓരോ വഴികളിലൂടെ അവളോടുള്ള പ്രണയം പറയുമല്ലായിരുന്നോ? പൊട്ടത്തരം പറയില്ല ജെറി. അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടിക്കൊടുത്തെന്നും കരുതി എനിക്ക് അവളോട് പ്രേമമാണെന്നാണോ? ഞാൻ അമ്മുവിന് രഹസ്യമായി അല്ല പാടിക്കൊടുത്തത്. അതിൻ്റെ ഇരട്ടി പാട്ടുകൾ ടീനുവിന് മാത്രമായി ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെന്തിനാ അന്ന് രാത്രിയിൽ അവളെ ഉമ്മ വെച്ചത്? പൊടുന്നനെയുള്ള ആ ചോദ്യം ആൽബി ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഉമ്മ വെച്ചെന്നോ? വേണ്ട ഇച്ചായ, ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കേണ്ട. ഉറക്കത്തിൽ ചെയ്തതാണെങ്കിലും ഇച്ചായന് അത് നല്ല ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. ഉമ്മ വയ്ക്കുക മാത്രമല്ല, അവളോട് ഇഷ്ടം പറയുകയും ചെയ്തു. എങ്കിൽ ഞാനത് ടീനുവാണെന്ന് കരുതി ചെയ്തതാകും. എനിക്ക് വ്യക്തമായ ഓർമ്മയില്ല. ആഹാ, നല്ല മറുപടി. അടുത്തു വരുന്ന ഏതൊരു പെണ്ണിനെയും ടീനൂച്ചിയായിട്ട് കരുതുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ജെറി, മതിയാക്ക്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ മനഃപൂർവ്വം അവളെ കളിപ്പിക്കുകയായിരുന്നു എന്നോ? അറിയാതെ ഒരു ഉമ്മ കൊടുത്തതിൻ്റെ പേരിലാണ് അവൾക്ക് പ്രേമം തോന്നിയത് എങ്കിൽ അതേ പ്രേമം അവൾക്ക് ഹർഷനോട് തോന്നണമല്ലോ. അവനും അതേ ചുണ്ടിൽ തന്നെയല്ലേ ഉമ്മ വെച്ചത്? പറഞ്ഞു തീർന്നപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന അമ്മുവിനെ ആൽബി കണ്ടത്. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന അവസ്ഥയിൽ നിൽക്കുന്നവളെ കണ്ട് ജെറിയും ഞെട്ടി നിന്നു. ഫുഡ് കഴിക്കാൻ അമ്മച്ചി വിളിക്കുന്നു. എങ്ങനെയോ അത്രയും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നവളെ കണ്ട് സർവ്വതും നഷ്ടപ്പെട്ടതുപോലെ ആൽബി ബെഡിലേക്കിരുന്നു. ഇത് കുറച്ച് കൂടിപ്പോയി ഇച്ചായ. ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി തന്നിലേക്ക് നീളുന്ന ജെറിയുടെ നോട്ടം നേരിടാനാകാത്തവനെ പോലെ ആൽബി തലകുമ്പിട്ട് നെറ്റിയൊഴിഞ്ഞിരുന്നു. ഇച്ചായനെ കണ്ട ഞാൻ വളർന്നത്. എൻ്റെ ഇച്ചായനെ പോലെയാകാനാ ഞാൻ ശ്രമിച്ചത്. എല്ലാ കാര്യത്തിലും എൻ്റെ ഇച്ചായൻ പെർഫെക്റ്റ് ആയിരുന്നു. മകനായും സഹോദരനായും കൂട്ടുകാരനായും എല്ലാം. പക്ഷേ ഒരു പെണ്ണിൻ്റെ മനസ്സറിയാൻ മാത്രം എൻ്റെ ഇച്ചായൻ കഴിഞ്ഞില്ല. ടീനൂച്ചിയെ ഉപേക്ഷിച്ച് അമ്മുവിനെ സ്വീകരിക്കണമെന്ന് പറയാനല്ല ഞാൻ വന്നത്. അവൾ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. എല്ലാം കേട്ടപ്പോൾ ഒന്ന് വന്ന് ചോദിക്കണമെന്ന് കരുതി. പക്ഷേ എൻ്റെ ഇച്ചായൻ ഇത്രയും മതപതിച്ചു പോയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും ചോദിക്കില്ലായിരുന്നു ഇച്ചായ. ജെറി പ്ലീസ്, ഞാൻ അറിയാതെ. അറിയാതെ? ഉമ്മ വെച്ചത് അറിയാതെയാണോ? ആണെങ്കിൽ തന്നെയും അതിൻ്റെ പേരിൽ അവളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ഇച്ചായന് തോന്നിയല്ലോ. മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ആൽബി. മനസ്സ് നിറയെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന അവളുടെ മുഖമായിരുന്നു. ഹർഷൻ ബലമായിട്ടാണ് അവളെ ഉമ്മ വെച്ചത്. അതിനവൾ പ്രതികരിച്ചത് കൊണ്ടാണ് ഈ വീട്ടിലേക്ക് അവൾക്ക് വരേണ്ടി വരുന്നത്. ഇച്ചായൻ തന്നെയല്ലേ അവളെ കൊണ്ടുവന്നത്? എന്തേ അന്ന് തോന്നിയില്ലേ അവൾ ഉമ്മ വെക്കുന്നവരോടെല്ലാം പ്രേമം തോന്നുന്ന ഒരു വൃത്തികെട്ട പെണ്ണാണെന്ന്? ജെറി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവൾ എങ്ങനെയുള്ള പെണ്ണാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കുറച്ചു മുൻപ് സൂക്ഷിച്ചുപയോഗിച്ച വാക്കുകളാണല്ലോ ഇച്ചായനിൽ നിന്ന് വന്നത്. അത് കേട്ടപ്പോൾ ആ പെണ്ണിന് ഒരുപാട് സന്തോഷമായി കാണുമല്ലോ. പരിഹാസത്തോടെ ജെറി പറഞ്ഞതും കുറ്റബോധത്താൽ ആൽബിയുടെ ശിരസ് കുനിഞ്ഞു. ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇച്ചായൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്നത്? പക്ഷേ എന്നും ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന എൻ്റെ ഇച്ചായനെ ഈ അവസ്ഥയിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇനി നമുക്കിടയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. കടുപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് ജെറി പോയതും ആൽബി ബെഡിലേക്ക് മലർന്നു കിടന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ അവനെ ചുട്ടുപൊള്ളിക്കുന്നതായിരുന്നു. അപ്പോഴും പുറത്തേക്ക് ഒഴുകില്ലെന്ന് ഉറപ്പിച്ചതുപോലെ നീർത്തുള്ളികൾ അവൻ്റെ കൺകോണിൽ തടഞ്ഞു നിന്നു. ആൽബി എവിടെ? ഫുഡ് കഴിക്കാനായി ജെറി ഇരുന്നപ്പോഴാണ് കത്രീനാമ്മയുടെ ചോദ്യം. ഇച്ചായൻ മുറിയിലുണ്ട്, ഇപ്പോൾ വരും. അല്ല, അമ്മു എവിടെ? വയ്യെന്ന് പറഞ്ഞ് കിടന്നു, ഒന്നും കഴിച്ചതുമില്ല. മോൾക്കെന്തോ സങ്കടമുള്ളതുപോലെ. അമ്മച്ചിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് വന്ന ആൽബി ജെറിയെ ഒന്ന് നോക്കി. അവനും അമ്മുവിനെ തേടുകയാണെന്ന് ജെറിക്ക് മനസ്സിലായി. ഇന്നലെ വരെ ഇച്ചായൻ്റെ ഈ നോട്ടം കണ്ട് താൻ ഒരുപാട് സന്തോഷിച്ചേനെ. പക്ഷേ ഇപ്പോൾ ഒന്നും കഴിക്കാതെ പ്ലേറ്റിൽ കുത്തിയിരിക്കുന്ന രണ്ടുപേരെയും അമ്മച്ചി മാറി മാറി നോക്കി. അമ്മച്ചിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുമെന്നറിയാവുന്നത് കൊണ്ട് വിശപ്പില്ലെന്ന് പറഞ്ഞ് രണ്ടുപേരും എഴുന്നേറ്റു പോയി.
എന്തൊക്കെയോ പ്രശ്നങ്ങൾ തൻ്റെ മക്കൾക്കിടയിൽ സംഭവിക്കുന്നുണ്ടെന്നും അതൊക്കെ തരണം ചെയ്യാൻ അവർക്ക് സാധിക്കണമെന്നും ആ അമ്മ മനസ്സ് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ജെറി അമ്മുവിൻ്റെ മുറിയിൽ വരുമ്പോൾ അവൾ കിടക്കുമായിരുന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ വിതുമ്പലോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇച്ചൻ എന്താ ജെറി അങ്ങനെ പറഞ്ഞേ? ഞാൻ അങ്ങനെയുള്ള പെണ്ണായിട്ടാണോ ഇച്ചൻ കരുതിയിരിക്കുന്നേ? അല്ല അമ്മു, ഞാൻ തർക്കിച്ചതിൻ്റെ ദേഷ്യത്തിന് അറിയാതെ വായിൽ നിന്ന് വീണുപോയതാ. അതിന് ഇച്ചായനെ കുറ്റബോധമുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല ജെറി. ഇച്ചൻ എന്നെ സ്നേഹിക്കേണ്ട. ഒരിക്കലും എൻ്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ അവർക്കിടയിൽ പ്രശ്നങ്ങളുമായി ചെല്ലില്ല. എൻ്റെ ടീനു ചേച്ചി എന്നും ഇച്ചായനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അറിയാമോ, ഇങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സ് അധികം ആർക്കും ഉണ്ടാവില്ല. എന്നിട്ടും എന്താടാ എനിക്ക് മാത്രം എന്നും സങ്കടം. ഇച്ചൻ പറഞ്ഞത് കേട്ടില്ലേ, ഉമ്മ വെച്ചത് കൊണ്ടാണ് ഞാൻ പ്രേമിച്ചതെന്ന്. ഹർഷേട്ടനെ ഞാനൊരു അർത്ഥത്തിൽ സമീപിച്ചെന്നല്ലേ ഇച്ചൻ പറഞ്ഞതിൻ്റെ പൊരുള്. അയ്യേ, അങ്ങനെയൊന്നുമല്ല പെണ്ണെ. നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ മുഖമൊക്കെ കഴുകിയിട്ട് വാ. ഒന്നും കഴിച്ചില്ലെന്ന് അമ്മച്ചി പറഞ്ഞു. വിശപ്പില്ല. പിന്നെന്താ നിനക്കിപ്പോൾ വേണ്ടേ? എനിക്ക് ഇവിടുന്ന് പോകണം ജെറി, പ്ലീസ്. എങ്ങോട്ട്? തൽക്കാലം ഹോസ്റ്റലിലേക്ക് മാറാം. ഓ, അപ്പം നീ ഇച്ചായനെ മാത്രമേ സ്നേഹിച്ചുള്ളൂ? ഞങ്ങളൊക്കെ അന്യരല്ലേ? അല്ല, അങ്ങനെയല്ല ജെറി. പിന്നെ എങ്ങനെയാടി? ഇച്ചായൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഈ തീരുമാനം എടുത്തതെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇച്ചായനായിരിക്കാം. പക്ഷേ ഈ വീട്ടിൽ ഇച്ചായൻ മാത്രമല്ല ഉള്ളത്. നിന്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്കും അവകാശമുണ്ട്. ഏട്ടനായും അനിയനായും ഒക്കെ നിന്റെ കൂടെ നിൽക്കുന്ന എന്നെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ നിനക്ക്? അതുപോട്ടെ, കോളേജിലെ നിന്റെ രജിസ്ട്രേഷൻ ഫോമിൽ ലോക്കൽ ഗാർഡിയൻ്റെ സ്ഥാനത്ത് ആൽബിൻ ജോൺ എന്നല്ല, കത്രീന ജോൺ കളരിക്കൽ എന്നാണ്. ആ അമ്മച്ചിയോട് എന്തു പറഞ്ഞിട്ടാണ് നീ പോകാൻ നിൽക്കുന്നത്? എന്തു പറയണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്നവളെ ജെറി ചേർത്തു പിടിച്ചു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പരിധിവരെ ഞാൻ തന്നെയാണ് കാരണക്കാരൻ. ആ മുറിവേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും നീ പുറത്തു വരണം. ഞാനുണ്ടാകും നിന്റെ കൂടെ.